കുംഭഭരണ ദിവസം രാവിലെ തന്നെ റെഡിയായി നമുക്ക് ചെട്ടികുളങ്ങര അമ്പലത്തിലോട്ട് പോവാം. അവിടെ എത്തിയപ്പം എല്ലാ വട്ടത്തെയും പോലെ നല്ല തിരക്കായിരുന്നു. ഇനി എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഓണാട്ടുകാരക്കാർക്ക് കുംഭഭരണി എന്നും സ്പെഷ്യലാണ്. ഈ ഒരു ദിവസം അമ്പലത്തിലെത്തി കുംഭഭരണി കൂടാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ മാക്സിമം എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയ സമയത്ത് ഒന്ന് രണ്ട് കുത്തിയോട്ടങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുത്തിയോട്ടമൊക്കെ കണ്ടിട്ട് കുറച്ചു നേരം അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. വീടെന്ന് പറയുമ്പോൾ എന്റെ വീടല്ല, ചിറ്റപ്പന്റെ ചേട്ടന്റെ വീടാണ്. അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അവരുടെ വീട്. അപ്പൊ ഇന്ന് നമ്മൾ ഫുള്ളി ഇവിടെ ആയിരിക്കും. സദ്യയൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ആയിരുന്നു നമ്മൾ കൂടിയത്. അങ്ങനെ നമ്മുടെ ലഞ്ച് നല്ല അടിപൊളി സദ്യയും പിന്നെ അതേപോലെ കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും സദ്യയുടെ കൂടെ കൊഞ്ചുമാങ്ങ വെക്കും. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കിനും കുതിരയൊക്കെ വലിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്ന് കുതിര വലിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി.